വൻപാപങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ തങ്ങൾ പറയാണ്, വൻപാപങ്ങളിൽ ഒന്നാമത്തേത് ശിർക്കാൺ, രണ്ടാമത്തേത് മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിക്കലാണ്. അല്ലാഹ്, സംഭവിച്ചു പോയ തെറ്റുകളുണ്ടെങ്കിൽ അവരോട് മാപ്പിനെ ചോദിക്കുക, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. പിന്നൊരു കാര്യമുണ്ടേ, തെറ്റൊക്കെ ചെയ്തിട്ട് ഉമ്മ പുറത്തു തരണേ എന്ന് പറഞ്ഞ് കാലിക്ക വീണിട്ട് ഉമ്മയുടെ പൊറുക്കലിനെ ചോദിച്ചാൽ ഒരുപക്ഷെ ഉമ്മ പുറത്തു തന്നു എന്ന് വരും. ഉമ്മ പുറത്തു തന്നു എന്ന് വിചാരിച്ചാൽ അള്ളാഹ് അത് പൊറുക്കണമെന്ന് നിർബന്ധമല്ല. അത് മനസ്സിലാക്കണം. മനുഷ്യന്മാരോട് ദുൽമ ചെയ്യുക. ഇവിടെ ഹജ്ജിനും ഉംറയ്ക്കോ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു നാടകം പോയിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ആ സമയത്ത് ഇങ്ങനെ പറയും, എന്നാ പുറത്തരണേ, പിന്നെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി തരണേ. ഇപ്പോൾ ടെക്സ്റ്റ് വിടലാണ്, നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ ഇങ്ങനെ എഴുതി വിടും. അപ്പോൾ കാണുന്ന ഒരു വിഷയം, ഇനി ഒരാൾ പുറത്തു കൊടുത്തു എന്ന് വിചാരിക്കുക, നിങ്ങൾ കാര്യമായൊരു മനുഷ്യനെ ദ്രോഹിച്ചു, വല്ലാണ്ട് പ്രയാസപ്പെടുത്തി, കല്യാണം നടക്കാതെ വിഷമിച്ചുക്കുമ്പോൾ ആ കുട്ടീൻ്റെ കല്യാണം മുഴുവൻ അങ്ങാടി നിന്നും മുടക്കി വിട്ടിട്ടുണ്ട്. ഇതൊക്കെ പടച്ചോൻ പുറത്തരണമെന്ന് ഒരു നിർബന്ധമല്ലേ? ആ മനുഷ്യന്റെ വിശാല മനസ്സുകൊണ്ട് അയാൾ പുറത്തു തന്നേക്കാം, പക്ഷെ അള്ളാഹു പൊറുക്കണമെന്ന് നിർബന്ധമല്ല. അള്ളാഹുവിന് അതിൻ്റെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കാൻ അവകാശമുണ്ട്. നമ്മൾ പറഞ്ഞ പുറത്തെടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ദുൽമും ചെയ്തിട്ട് നമ്മൾ പുറത്തെടുത്ത് പോലും ഇങ്ങനെ വിലസേ അള്ളാഹ് അവർക്ക് ഇങ്ങനെ റഹ്മത്ത് ചെയ്യണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നിങ്ങൾ പുറത്തു കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഖൈർ അല്ലാഹ് തരും. അത് വലിയൊരു ഹസനത്തിൽ വലിയൊരു നന്മയാണ്. നമ്മളോട് ദുൽമ ചെയ്തവർക്ക് നമ്മൾ മാപ്പാക്കി കൊടുക്കാൻ നമ്മൾ പുറത്തു കൊടുക്കും. അള്ളാഹ് പൊറുക്കണം നിർബന്ധമല്ല, അത് അള്ളാഹിന്റെ തീരുമാനമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, തോന്നിവാസം പറയാം, മനുഷ്യന്മാരെ പറ്റി ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു നടക്കുക, എഴുതി വിടുക, പാച്ചത്തെറി അഭിഷേകം ചെയ്യുക, അങ്ങനത്തെ വീഡിയോകൾ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് അവസാനം കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാവരും മാപ്പാക്കണേ, ഞാൻ എല്ലാവരും പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ്. ഈ ഒരു പുറത്ത് തരാതിരിക്കുക. പുറത്ത് തന്നാൽ പോലും നിങ്ങളാ ചെയ്ത ഗീബത്തും നമീമത്തും അള്ളാഹുവിനോടും കൂടെ ചെയ്ത തെറ്റാണ്. അത് അള്ളാഹുവാണ് പുറത്തരേണ്ടത്. മനുഷ്യനോടുള്ള ഹഖൂഖുകൾ മനുഷ്യന് പുറത്തു തരാം, പക്ഷെ ആ തെറ്റ് അതേസമയം അള്ളാഹുവിനോടും കൂടെ ചെയ്ത തെറ്റാണ്. അത് അള്ളാഹു പുറത്തു തരണമെങ്കിൽ അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല.